ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ്ടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നല്ല, ഈ 2 വീലേഴ്സിലൊക്കെ എങ്ങനെ പാർക്കിംഗ് ലൈറ്റ് ഫിക്സ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ പോയി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 100-150 രൂപ മിനിമം ചിലവാകും. പക്ഷേ നമുക്കിത് വീട്ടിൽ തന്നെ സിമ്പിളായി ചെയ്യാവുന്നതേ ഉള്ളൂ. അതും വെറും 20 രൂപ ചിലവ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമുക്കിതിന് ആകെ ആവശ്യമുള്ളത് ഇതുപോലുള്ളൊരു സ്വിച്ച് മാത്രമാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓൺ ഓഫ് സ്വിച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് ഈ സ്വിച്ചിൻ്റെ 2 ലെഗ്സിലും ഓരോ വയർ വീതം സോൾഡർ ചെയ്ത് കൊടുക്കാം. സോൾഡർ ചെയ്യുമ്പോൾ പരമാവധി നേർത്ത വയർ ഉപയോഗിച്ച് സോൾഡർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം തിക്നെസ് കൂടിയ വയർ എടുത്തു കഴിഞ്ഞാൽ നമ്മളത് ഈ കേസിനകത്താണ് ഈ സോൾഡർ ചെയ്ത് വെക്കേണ്ടതായിട്ടുള്ളത്. തിക്നെസ് കൂടിയ വയർ എടുത്തു കഴിഞ്ഞാൽ അത് ഇതിനിടയിൽ കുരുങ്ങിയിട്ട് ഇൻഡിക്കേറ്റർ സ്വിച്ച് ജാമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി നേർത്ത വയർ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്ക് വർക്കിലേക്ക് കിടക്കാം. ഈ കേസാണ് നമുക്ക് അഴിക്കേണ്ടത്. ഇവിടെ ഒരു സ്ക്രൂ, ഇവിടെ ഒരു സ്ക്രൂ ആണുള്ളത്. അത് ഓപ്പൺ ചെയ്യാം. നമുക്കിപ്പോൾ ഇവിടെ 3 കണക്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ സെൻറ്റർ പോയിന്റ് ഗ്രൗണ്ടും 2 അറ്റത്തുള്ളത് ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻസുമാണ്. ഈ 2 അറ്റത്തുള്ള ഓരോ കണക്ഷൻസിലുമാണ് നമ്മൾ സ്വിച്ചിൻ്റെ വയർ സോൾഡർ ചെയ്ത് വയ്ക്കേണ്ടതായിട്ടുള്ളത്. നമ്മുടെ വർക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയി. നമുക്ക് ആ സ്വിച്ച് ഒന്ന് പുറത്തേക്ക് വെച്ചിട്ട് എങ്ങനെയാണ് അഴിച്ചത് അതുപോലെ എല്ലാം ക്ലോസ് ചെയ്യും. എല്ലാ ബൈക്സിൻ്റെയും അറേഞ്ച്മെൻറ്റ് വ്യത്യസ്തമായിരിക്കും. അത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഈ സ്വിച്ച് ഒന്ന് എവിടെയെങ്കിലും ഹോൾഡ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. തൽക്കാലം ഇതായി ബോൾട്ട് ഊരിയതിന് ശേഷം അവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം. ഇപ്പോൾ വർക്ക് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് കൂടി നമുക്കൊന്ന് നോക്കാം. ആദ്യം ആ സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ഇൻഡിക്കേറ്റർ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് പാർക്കിംഗ് ലൈറ്റ് കത്തുന്നതായിട്ട് കാണാം.